തിരൂരിൽ നിന്ന് ദീർഘദൂര സർവീസ് നടത്തുന്ന KSRTC ജീവനക്കാർ ദുരിതത്തിലാണ്. തിരൂർ ഡിപ്പോയിൽ ജീവനക്കാർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. കിടന്നുറങ്ങാനോ വിശ്രമിക്കാനോ സൗകര്യമില്ല. KSRTC ജീവനക്കാർ സ്വകാര്യ സ്ഥാപനത്തിൽ നിലത്ത് പായ വിരിച്ച് വിശ്രമിക്കേണ്ട അവസ്ഥയിലാണ്. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കെട്ടിടത്തിലാണ് ഇപ്പോൾ ജീവനക്കാർ വിശ്രമിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും വന്നു പറഞ്ഞാൽ അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയും നിങ്ങൾ തൽക്കാലം വേറെ ഒരവിടെ പോയി. അങ്ങനെ ഒരു ദിവസം വേറെ റൂമിൽ ഒക്കെ ഉണ്ടായി. അപ്പോൾ അത് അവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അത് ഇങ്ങനെ നിലവിലിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരിൻ്റെ ഒരു കാരണത്തിലാണ്. ഇവർ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ വീണ്ടും ഞങ്ങൾ വേറെ സ്ഥലം. അപ്പോൾ ശാശ്വതമായിട്ട് ഒരു പരിഹാരം നഗരസഭ കണ്ടു തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. നമുക്ക് ഒരു ട്രിപ്പ് കിട്ടാനുള്ള പ്രയാസം അറിയാം. കിട്ടിപ്പോയത് കൈവിട്ട് പോയാൽ തിരിച്ചു കിട്ടില്ല എന്ന് പൂർണ്ണ ഉറപ്പ് ഞങ്ങൾക്ക് ചേംബർ ഓഫ് കൊമേഴ്സിനുണ്ട്. കാരണം KSRTC ഒക്കെ ലാഭത്തിലോടുന്ന സമയമാണ്. മന്ത്രിയുടെ ശ്രദ്ധയിലും കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ സൗകര്യത്തിന് നല്ലൊരു സൗകര്യം ഒരുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഒരു പുതിയ സംഭവമോ അനുഭവമോ ഒന്നല്ല. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കാൻ പോകുന്ന സമയത്ത് ഒരു തവണ മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര, രാത്രി ഒരു KSRTC ബസ്സിലാണ്. അതിലിങ്ങനെ വരുന്ന സമയത്ത് ഡ്രൈവർ ഇതുപോലൊരു അനുഭവം പറയുകയാണ്. ദീർഘദൂരമാണ്. അപ്പോൾ ഒരു പക്ഷേ 10-16 മണിക്കൂർ ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. ഈ എഞ്ചിന്റെ ചൂടും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. കിടന്നുറങ്ങാൻ കൃത്യമായ സ്ഥലമില്ല. അവിടെ ഇനി ഏതെങ്കിലും കെട്ടിടത്തിൽ തന്നെ ഉണ്ടെങ്കിൽ വളരെ പരിമിതമായ സൗകര്യമാണ്. വൃത്തിക്കൊന്ന് കുളിക്കാൻ, ഡ്രസ്സ് ഒന്ന് മാറാൻ, ഇനി എന്തെങ്കിലും വിലപ്പെട്ടത് കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് സൂക്ഷിച്ചു വെക്കാൻ, ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഇത് മുഴുവൻ എടുത്തുകൊണ്ട് പോകേണ്ടുന്ന സാഹചര്യമുണ്ട് എന്നൊക്കെ അദ്ദേഹം അന്ന് പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് ഈ സ്റ്റോറി കണ്ടപ്പോൾ ഓർമ്മ വരികയാണ്. സോണൽ കൃഷ്ണ നമ്മളോടൊപ്പം വിവരങ്ങളുമായിട്ട്. സോണൽ, നോക്കൂ, മണിക്കൂറുകൾ പണിയെടുക്കുന്ന ആളുകളാണ്. അവർക്ക് മനുഷ്യാവകാശം എന്നൊന്നുണ്ട് എന്ന് ഈ സംവിധാനം ഒന്ന് തിരിച്ചറിയണ്ടേ? നമുക്ക് എന്താ ചെയ്യാൻ കഴിയാതിന്? തീർച്ചയായിട്ടും അത് ഏകദേശം 30 വർഷത്തോളം പഴക്കമുള്ള ഒരു സർവീസാണ് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരേക്കുള്ളത്. ആ സർവീസ് ആശ്രയിക്കുന്ന ഒരുപാട് യാത്രക്കാരുണ്ട്. ആ യാത്രക്കാരാണ് ഇവർ തെരുവിൽ കിടക്കരുത് എന്ന് കരുതിക്കൊണ്ട് ചേംബർ ഓഫ് കൊമേഴ്സിനെ സമീപിക്കുന്നതും അവർ ഈ ഒരു സൗകര്യം ഒരുക്കുന്നത്. നമുക്ക് ഏറ്റവും വിഷമത്തോടെ സങ്കടത്തോടു കൂടി മാത്രമേ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടു നിൽക്കാൻ കഴിയുള്ളൂ. നമ്മൾ ആ സ്ഥലത്തേക്ക് കയറി ചെന്ന സമയത്ത് അവർ ആദ്യം പറഞ്ഞത് ഞങ്ങൾക്ക് ഒന്ന് വിശ്രമിക്കാൻ, തല ചായ്ക്കാൻ, അല്പനേരം കിടന്നുറങ്ങാൻ ഒരു സ്ഥലം വേണം. പക്ഷേ ഇതൊക്കെ ഏത് സമയവും നഷ്ടപ്പെടാം. അവരുടെ കാരുണ്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ അത് ഏത് സമയവും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നഗരസഭയൊക്കെ ഉൾപ്പെട്ട് അല്ലെങ്കിൽ ഇടപെട്ട് ഒരു പക്ഷേ അവർക്ക് കുറച്ചു നേരം വിശ്രമിക്കാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും കിടന്നുറങ്ങാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. കാരണം യാത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു സർവീസ് നിർത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് അത് തിരികെ വരാൻ വേണ്ടി ഒരുപാട് പ്രയാസമുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ, ഇടങ്ങളിൽ കയറി ഇറങ്ങേണ്ട സാഹചര്യമുണ്ട്. ഈ ദീർഘദൂര സർവീസുകളെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ കാണുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് തിരൂർ ബസ് സ്റ്റാൻഡാണ്. ഇവിടെ ഒരു ഭാഗത്ത് മാത്രമാണ് നിലവിൽ KSRTC ബസ്സുകളൊക്കെ വന്ന് നിന്ന് അവർ മറ്റ് ട്രിപ്പുകളൊക്കെ എടുത്ത് പോകുന്നത്. പക്ഷേ കൃത്യമായൊരു ഡിപ്പോ സംവിധാനം തിരൂരിലില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്. എന്തായാലും ഇവിടെ എത്തുന്ന ദീർഘദൂര സർവീസുകൾ ഓടിക്കുന്ന ഡ്രൈവർമാരെ സംബന്ധിച്ച് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണുള്ളത്. കാരണം ഇവിടെ എത്തി അല്പനേരം വിശ്രമിക്കാമെന്ന് കരുതിയാൽ പക്ഷേ അത് നടക്കുന്ന സ്ഥിതിയല്ല. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും കൃത്യമായി പോകാൻ പറ്റുന്ന സ്ഥിതിയല്ല എന്നുള്ളത് ഏറ്റവും ആശങ്കകരമായിട്ടുള്ള കാര്യമാണ്. നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇവർ നിരവധി തവണ പരാതി നൽകിയതാണ്. പക്ഷേ അപ്പോഴൊക്കെ നോക്കാം എന്ന് പറയുന്നതല്ലാതെ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാൻ നഗരസഭയോ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് യാത്രക്കാരുടെ ഒരു കരുണയുടെ പുറത്താണ് ആ സ്ഥലത്ത് അവർ കിടന്നുറങ്ങുന്നത്. അതിന് കൃത്യമായ അങ്ങനെയല്ല വേണ്ടത്. യാത്രക്കാരുടെ കരുണയുടെ പേരിലോ മറ്റെന്തെങ്കിലും കരുണയുടെ പേരിലുള്ളതല്ല. തൊഴിലാളികളുടെ അവകാശങ്ങളാണ്, അധ്വാനിക്കുന്നവന്റെ അവകാശമാണ്. അത് കൃത്യമായി അതിന് സംവിധാനം ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടെ സർക്കാർ അടക്കം ശ്രമം നടത്തേണ്ടതാണ്. ഗതാഗത മന്ത്രി ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ, അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളാണ്, അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അതിലൊക്കെ നടപടി ഉണ്ടാകണമെന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്.